ഇത് ഇന്നലെ നീറ്റ് എക്സാമിന് താമസിച്ച് പോയതിനെ തുടർന്ന് ഹാളിൽ കയറാനാവാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ കുട്ടികളായിട്ട് കാണുന്നത്. മറുവശത്ത് തമിഴ്നാട്ടില് തെറ്റായ ലൊക്കേഷനിലേക്കും പോയ മക്കളെ പോലീസുകാർ തന്നെ പോലീസ് ജീപ്പ് തന്നെ കൊണ്ട് എത്തിക്കുന്ന ഒരു കാഴ്ച. ഇതെല്ലാം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ വീഡിയോയുടെ ഒക്കെ അടിയുടെ കമന്റ് ഇട്ട് ന്യായീകരിക്കുന്ന ആളുകളോട്ടോ, ഇത് SSLC അല്ലെങ്കിൽ +2 എക്സാം ഒന്നും അല്ല കേട്ടോ. സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പഠിക്കണം. ഒരു 5 മിനിറ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ വൈകിയെത്താനുള്ള അവസ്ഥ. ഇവരൊക്കെ ഭാവിയിൽ ഡോക്ടർമാരാവേണ്ടവരൊക്കെയാണ്. ഒരു ഡോക്ടർക്ക് ഏറ്റവും അധികം വേണ്ടത് കൃത്യനിഷ്ഠതയാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ലേറ്റ് ആയിട്ട് എത്തിയാൽ ആ ഒരു രോഗിക്ക് മരണം വരെ സംഭവിക്കാട്ടോ. ഡോക്ടർ ആകാനുള്ള ഒരു തുടക്കം മാത്രമാണിത്. തുടക്കം ഇങ്ങനെയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഡോക്ടർ ആകാനുള്ള ഒരു യോഗ്യതയും ഇല്ലാട്ടോ. ഈ എക്സാമുള്ള കാര്യം ഇന്നൊന്നുമല്ല പറഞ്ഞേക്കുന്നത്, മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളല്ലേ. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തിയിരിക്കണം. നമ്മളെല്ലാം സഹതാപത്തിന്റെ പേരിൽ തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. സാധാരണ ഒരു എക്സാം പോലെയുള്ള എക്സാമാണത്. സമയത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട ഒരു എക്സാം തന്നെയായിട്ടത്. നമ്മൾ പോണ സമയത്ത് ഒരു 3-4 മണിക്കൂർ മുന്നേ ഇറങ്ങാൻ നോക്കണം. കാരണം ട്രാഫിക് ബ്ലോക്കും ജാമും എല്ലാം വരുന്ന സമയമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം പോകാനായിട്ട്. അല്ലാതെ സാധാരണ ഒരു എക്സാം എഴുതുമ്പോൾ ആ ഒരു ലാഘവത്തോടുകൂടി പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ നാളെ എങ്ങനെ ഒരു ഡോക്ടറെ, ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കൃത്യനിഷ്ഠതയാണ്. അതാണ് ഇവിടെ കാണിക്കേണ്ടത്.